ഇന്നിപ്പോൾ സഭയിൽ എന്തൊക്കെയാണ് സാധ്യതയുള്ളത്? ഇപ്പോൾ സഭാ സമ്മേളനം തുടങ്ങിയിട്ടുണ്ടാവും, ചോദ്യോത്തരവേളയാണിപ്പോൾ. ആഗോള അയ്യപ്പ സംഗമം ഇന്നൊരു പ്രധാന വിഷയമാക്കി മാറ്റുമോ? പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ KSU പ്രവർത്തകർക്കെതിരെയുള്ള പോലീസിന് നീക്കമുണ്ടല്ലോ, മുഖം മൂടി ധരിപ്പിച്ചും വിലങ്ങണിയിപ്പിച്ചും കൊണ്ടുവന്നതടക്കം ഇന്നലത്തെ മാർച്ചും ഇതൊക്കെ ഇന്നിപ്പോൾ രാഷ്ട്രീയ വിഷയമാക്കി ഉന്നയിക്കുമോ? ഇന്നെന്താണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു അജണ്ട? അടിയന്തര പ്രമേയം ഉണ്ടെങ്കിൽ ഏത് വിഷയത്തിലായിരിക്കും? അരുൺകുമാർ, ഇന്ന് പ്രതിപക്ഷം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് സഭയ്ക്കകത്ത് ഉന്നയിക്കാൻ തയ്യാറെടുക്കുന്നത്. അതൊന്ന് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ തൂക്കം വ്യത്യാസം വന്നതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായതാണ്. ആ വിഷയം സഭയ്ക്കകത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകും. രണ്ടാമത്തേത് ഈ ശബരിമല അയ്യപ്പ സംഗമമാണ്. അയ്യപ്പ സംഗമം നാളെ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാട് കൃത്യമായി പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിഷേധിച്ചവർക്ക് നേരെ ചുമത്തിയ കേസുകളുണ്ട്. ആ കേസുകൾ പിൻവലിക്കണം. സർക്കാർ അന്ന് സ്വീകരിച്ച നിലപാട് ഇന്ന് തിരുത്തണം. അങ്ങനെയാണെങ്കിൽ അയ്യപ്പ സംഗമവുമായി സഹകരിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവ് അന്ന് പ്രഖ്യാപിച്ചത്. നേരെ മറിച്ച് അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന പ്രഖ്യാപനം പ്രതിപക്ഷം നടത്തിയിട്ടില്ല. നാളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഈ വിഷയമാണ് ഉയർത്തുന്നത്. രണ്ടാമത്തേത്, ഇന്നലെ KSU സംസ്ഥാന കമ്മിറ്റി നടത്തിയ നിയമസഭാ മാർച്ച്, അതിൽ പോലീസ് അതിക്രമം ഉണ്ടായെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഇന്നലെ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ച സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെ കാണാൻ മാത്യു കോൾനാടൻ MLA അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ അനുവദിച്ചിരുന്നില്ല. അത് അവിടെ തർക്കത്തിനിടയാക്കിയിരുന്നു ഇന്നലെ രാത്രി. അങ്ങനെയുള്ള സാഹചര്യമടക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിദ്യാർത്ഥി സമരത്തിനെതിരെ എടുക്കുന്ന നടപടികളടക്കം ഇന്ന് നിയമസഭയ്ക്കകത്ത് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, രണ്ട് പ്രതിപക്ഷ MLA മാർ സഭാ കവാടത്തിൽ ഇപ്പോഴും അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുകയാണ്. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ കസ്റ്റഡി മർദ്ദനങ്ങളിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാണ്. ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതുവരെ, അത് ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായി സർവീസിൽ നിന്ന് പുറത്താക്കുന്നവരെ സമരം തുടരുമെന്ന പ്രഖ്യാപനം നിയമസഭയ്ക്കകത്താണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ആ ഒരു സമരത്തിൻ്റെ വിഷയം, കാരണം ഇന്ന് സഭ പിരിയുകയാണ്, പിന്നീട് 29-നാണ് സഭ വീണ്ടും ചേരുക. അത്രയും ദിവസം ഇടവേളയാണ്. അതുകൊണ്ട് ഇന്ന് സമരം അവസാനിപ്പിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അത് രൂക്ഷമായ രീതിയിൽ തന്നെ സഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഉച്ചവരെ മാത്രമാണ് സഭ ഉണ്ടാവുക. ഉച്ചയ്ക്ക് സഭ പിരിയും. അരുൺകുമാർ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഉച്ചവരെയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, സഭ നേരത്തെ പിരിയും. അത് കഴിഞ്ഞാൽ ശനിയും ഞായറും ഇനിയിപ്പോൾ ഇല്ല. ഈ മാസത്തിലെ അവസാനത്തെ 2 ദിവസങ്ങളിലാണ് സഭ വീണ്ടും സമ്മേളിക്കുക.